ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചെമ്മീൻ ഫ്രൈ നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ ചെമ്മീൻ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെയല്ല, ഇത് നമ്മൾ ചെമ്മീൻ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ശരിക്ക് അരക്കല്ലിലിട്ടിട്ട് അരച്ചിട്ട് ചെയ്യുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. നമ്മളിവിടെ അരക്കല്ലില്ലാത്തതുകൊണ്ട് നമ്മൾ മിക്സിയിൽ ചെയ്യുന്നു മാത്രം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണിത്. ഇത് കണ്ടാലും നമ്മളെ നെയ്മീൻ ആവോലിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചതുപോലെയാണ് ഇത്. ചെമ്മീൻ കഴിക്കാത്തവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചെമ്മീനാണ്. ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സെന്ററത്തെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലൊരു നൂല് പോലത്തെ ഇതുണ്ട്, അത് എടുത്തിട്ട് ഒഴിവാക്കുക. നമ്മൾ പുറത്തുനിന്നൊക്കെ ക്ലീൻ ചെയ്ത് വാങ്ങണേ അവര് തൊലി മാത്രം കളഞ്ഞിട്ടേ നമുക്ക് തരൂ. ഈ ഒരു നൂലിന്റെ ഭാഗം നമ്മൾ തന്നെ എടുത്ത് ഒഴിവാക്കണം, ഇല്ലെങ്കിൽ വയറുവേദന ഒക്കെ വരും. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള ഈ ഒരു ചെമ്മീൻ, അതുപോലെ ഇതിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വലിയ ജീരകം ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ ചെമ്മീനൊന്ന് അരച്ചെടുക്കണം. ഇത് ശരിക്കും അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ അമ്മിക്കല്ല് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവുണ്ടാവില്ല, അരകല്ലിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാൻ അരകല്ലില്ലാത്തതുകൊണ്ട് നമ്മൾ മിക്സിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ചെമ്മീന് ഒന്ന് അരച്ചെടുക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ മഞ്ഞള്, മുളക് പൊടി ഇതൊക്കെ ചേർക്കേണ്ടത്. അപ്പൊ ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ചെമ്മീന്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതുപോലെ ഇഞ്ചിന്റെ കഷ്ണം, വലിയ ജീരകം ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇത് അങ്ങനെ അരച്ചെടുത്താൽ മതി, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വരും. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങന്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് ചെറുനാരങ്ങന്റെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ചെയ്താൽ മതി, മുളക് പൊടിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മുടെ ചെമ്മീനൊന്ന് ഇതായി കിട്ടിയാൽ മതി. നമുക്കൊന്ന് പരത്തിയെടുക്കാനുള്ളൊരു ഇതിന് അരച്ചെടുത്താൽ മതി. മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടെടുത്താൽ മതി, ഇല്ലാത്തൊരു കറിവേപ്പില ഇട്ടെടുത്താൽ മതി. ചിലർക്ക് കറിവേപ്പിലന്റെ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മല്ലിയിലന്റെ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം. അതിനനുസരിച്ച് നിങ്ങൾ ഇട്ടെടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെമ്മീൻ കഴിക്കാത്തവർക്കും അവരും അറിയില്ല. കഴിക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ഒരു നെയ്മീൻ ആവോലിയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ഒരു പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അവർ അറിയില്ല ഇത് ചെമ്മീനാണോ എന്നുള്ളതൊന്നും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഒന്ന് പരത്തി വെക്കാം. എന്നൊരു ചെറിയ ബോൾസ് എടുത്തിട്ട് നമ്മൾ ഫിഷിൻ്റെ, നമ്മൾ നെയ്മീനൊക്കെ അങ്ങനെയൊക്കെ വാങ്ങുന്ന ഒരു കഷ്ണം പോലെ അത്രയ്ക്ക് ഒരു കട്ടിയിലായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മളങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് പൊടി ചെമ്മീനൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും.
നമുക്ക് ഓരോന്നായിട്ടൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഒന്നിച്ചിങ്ങനെ അരച്ചെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അത് ചൂടായിട്ടുണ്ട്. സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഓരോ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം. നിങ്ങളിത് അരക്കണ സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനും പരത്താനൊന്നും പറ്റില്ല. ഇടുന്ന സമയത്ത് തീ കൂട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. കുറച്ച് കട്ടിയിലുകൊണ്ട് ഉൾഭാഗമൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് മറിച്ചെടുക്കാം. ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആകട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ചെറിയ തീ തന്നെ വെച്ചെടുക്കുക, അല്ലെങ്കിൽ ഉൾഭാഗം വേവില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള പീസസ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചതുപോലെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം. കമൻ്റൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ നല്ല വീഡിയോസുമായിട്ട് നല്ല യൂസ്ഫുൾ റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Okay, bye.